ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഇത് ഞാൻ ഒരു പരീക്ഷണാർത്ഥം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇതുവരെ വോയിസ് ഓവർ കൊടുത്ത് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു സഭാകമ്പം നല്ല പോലെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കണ്ടില്ല എന്നങ്ങോട്ട് നടിക്കുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഉള്ളി ഇല്ലാണ്ട് എങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് കേട്ടോ. റോഗൻ ജോഷ്, നല്ല ഒരു രാജസ്ഥാനി ഡെലിക്കസി. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് പെരിഞ്ജീരകമാണ്. 1.5 സ്പൂണ് പെരിഞ്ജീരകം നല്ല മൂക്ക വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കാന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മിക്സി അത്രയ്ക്കാണ്ട് പൊടിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ക്രഷ് ചെയ്തെന്ന് പറയുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം വേണ്ടത് ആകെ ഉണ്ടായിരുന്ന 2 ഉള്ളി, അത് നെയ്ച്ചോറിനെടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതെടുത്ത് നന്നായിട്ട് പൊട്ടിച്ച് വയ്ക്കുക. ഈ പൊട്ടിച്ച് വയ്ക്കുകയെന്ന് ഉദ്ദേശിച്ചത് ചതച്ച് വയ്ക്കുകയെന്നാണ് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായിട്ട് അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ആദ്യമേ തന്നെ കുരുമുളക്, പിന്നെ ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, പിന്നെ കറുകപ്പട്ട നല്ലതായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കറുകപ്പട്ട. അതിനോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ജീരകം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഇതെല്ലാം കൂടി അവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ഒന്ന് പൊട്ടിത്തെറിച്ച് ഒന്ന് സന്തോഷത്തോടുകൂടി ഒന്നാവട്ടെ. ആ സമയത്ത് നമുക്ക് മട്ടൻ കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ മട്ടൻ ഉണ്ട് കേട്ടോ. നല്ല എമ്മി പീസായിരുന്നു കേട്ടോ, ഉള്ളത് പറയാനുള്ള. എന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റത്തക്ക രീതിയിൽ അതിനെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് പൊരിച്ചെടുക്കുക എന്ന് പറയില്ലേ, എന്താണ് മസാലയൊന്നും ഇല്ലാണ്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ആ വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടെ ആ പൊരിച്ചെടുത്ത് വെള്ളപ്പതെല്ലാം മാറുന്ന ആ സമയത്തുണ്ടല്ലോ നമുക്ക് ഈ മസാലാസ് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, ആദ്യം പൊടിച്ച് വെച്ച ഫെനൽ പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് എടുത്തേക്കുന്നത്, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഡയറക്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഏതൊക്കെയോ റെസിപ്പിയിൽ ഞാൻ കണ്ടത് അവർ കലക്കി ഒഴിച്ച് കൊടുക്കുന്നതാണ്, അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഇതും കുഴപ്പമില്ലെന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ, മസാല മട്ടണിലൊന്ന് കോട്ട് ചെയ്ത് വരുന്നത് വരെ അതിലിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പുളിയില്ലാത്ത കട്ട തൈര് അല്ലെങ്കിൽ നോർമൽ യോഗട്ട് അതെടുക്കുക. 2 കപ്പാണ് 1 കിലോയ്ക്ക് ആവശ്യമായിട്ട് വന്നത്. നല്ല ഉടച്ചൊരു 2 കപ്പിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അത് നമ്മൾ ഈ മസാലക്കൂട്ടൊന്ന് ആവേറിയിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു സാറ്റിസ്ഫൈസിങ് ആയിട്ടുള്ളൊരു സീനായിരുന്നു കേട്ടോ അത്. നല്ല റെഡിഷ് ഓറഞ്ച് കളറിലോട്ട് ആ വൈറ്റ് കളറിൽ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആഹാ, എന്താ ഒരു കുളിർമ. അത്യാവശ്യത്തിന് കുക്കൊക്കെ ചെയ്യുമെങ്കിലും ഇതുപോലുള്ള പരീക്ഷണങ്ങൾക്ക് അങ്ങനെ മുതിരാറില്ല. മട്ടനൊക്കെ അല്ലേ, കുറച്ച് ലക്ഷറി ഐറ്റം അല്ലേ. അപ്പം നമുക്കറിയാവുന്ന നമ്മുടെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമേ ഞാൻ സാധാരണ ഉണ്ടാക്കത്തുള്ളൂ. അതിനിപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ള വറുത്തരച്ച മട്ടൻ കറി, അതിനപ്പുറത്തോട്ട് ഞാൻ സ്റ്റൂ പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. ഒരു സാഹസമായിരുന്നു, പക്ഷെ സക്സസ്സായി. പൊതുവേ ഞാൻ മീറ്റെല്ലാം കുക്കറിലാണ് വേവിക്കാറ്. അല്ലെങ്കിൽ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ വിറകടുപ്പിൽ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് എളുപ്പം പണി കഴിയാൻ വേണ്ടി ആരും മടിച്ചാണ്. എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് കുക്കറിലിടുന്നു, 2 ഇടി ഇടിക്കുന്നു, ആഹാ കഴിഞ്ഞു, പെട്ടെന്ന് എണീച്ച് പോവാം. ഇതായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് ഇത്രയും വെന്തപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയും വേവിക്കാം എന്ന് മനസ്സിലായി. ഇനി കറി അവിടെ നിന്നാകുന്ന നേരം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ ഏലക്കയും ഗ്രാമ്പൂവും കുരുമുളകും ഒക്കെ പട്ടയെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ബസ്മതി അരി കഴുകി വാരി അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വെട്ടി തിളച്ച് ചോറാവുന്ന സമയത്തിന് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഇനി വേണ്ടത് മീറ്റിലേക്ക് ഒരു തടുക്ക അല്ലെങ്കിൽ ഒരു കടുപിടിച്ചിട്ടില്ലേ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നെയ്യിൽ നല്ലപോലെ മൊരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ മസാലയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. കുറച്ച് ഗരം മസാല ഇതിലോട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നല്ല മണമായിരുന്നു. അപ്പോൾ ഇതേ സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ ചോറായിട്ടുണ്ടായിരുന്നു. അതിലോട്ട് മൂപ്പിച്ച ഉള്ളി ഇട്ട് കൊടുത്തു. ഇത്തിരി മധുരം ഉണ്ട് കേട്ടോ, അല്ലാണ്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതിന് കുറച്ച് ചോറ് മാറ്റിയിട്ട് അതിൽ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒരു ഗാർണിഷിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ചോറ് വിളമ്പുമ്പോൾ ഉള്ളൊരു ഭംഗിയില്ലേ, അതിന് വേണ്ടിയിട്ട് ഇതിലോട്ടിട്ട് ദം ചെയ്യാനായിട്ട് അടച്ചു വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഉപയോഗിക്കേണ്ടത് സാഫ്രോൺ മിൽക്കായിരുന്നു കേട്ടോ. കുറച്ച് ചോറ് എടുത്തിട്ട് അതിൽ സാഫ്രോൺ മിൽക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഇനി നമുക്ക് വിളമ്പാൻ സമയമായി. ഇവിടെ ഞാനും എൻ്റെ കുഞ്ഞും ഇക്കായാണ് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും
വീക്കെൻഡ് ലഞ്ച് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഞാനിത് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ആഹാ എന്താ മനോഹരം. വളരെ ലേറ്റായിട്ടാണ് 2 മണിക്കാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. എന്നിട്ടും വിശപ്പും ഈ ഫുഡും ഒക്കെ കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു വീക്കെൻഡിൽ. റൈത്ത സാധാരണ നോർമൽ തക്കാളി, ഉള്ളി, ക്യൂക്കമ്പർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മട്ടൻ ഇതങ്ങ് വറ്റി, നല്ലപോലെ വറ്റിയൊരു കുഴമ്പ് രൂപത്തിലങ്ങായി. അപ്പം എങ്ങനെയുണ്ട്, വെന്തോ, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു എനിക്ക്. ആദ്യമേ തന്നെ ഞാനങ്ങ് കഴിച്ചു നോക്കി. കുറച്ചെടുത്തിട്ട് കറിയും തൈരും ഒക്കെ വിളമ്പിയിട്ട് ആദ്യമേ ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് അവരെയൊക്കെ വിളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. മട്ടൻ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. നല്ല തൊടുമ്പോഴേ പിഞ്ഞ് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആഹാ ടേസ്റ്റൊക്കെ ഉണ്ട്. കുറച്ച് മസാലയുടെയും ആ ലാസ്റ്റ് ഇട്ട ഇഞ്ചി, വെളുത്തുള്ളി, നെയ്യിൻ്റെ ടേസ്റ്റും എല്ലാം ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. യു ഹാവ് ടു ട്രൈ ദിസ് പ്ലീസ്. ഞാനിത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇതൊക്കെ കാണുമോ ആരെങ്കിലും, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കണ്ടിട്ട് ഇൻസ്പയറായി ഉണ്ടാക്കുമോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞിനും കുടുംബത്തിനും കൊടുക്കുക, ചുമ്മാ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കുഞ്ഞുകിളി ഇത് ഒന്ന് കഴിച്ചു നോക്കി. പൊതുവേ സ്പൈസി ഫുഡൊന്നും അത്ര ഇഷ്ടമല്ലാത്ത ആളാണ്. കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം ഒട്ടും എരിവുണ്ടായിരുന്നല്ലോ കാശ്മീരി ചിക്കൻ. ഇത് ഒയാസിസ് മോള് ചിത്തയിലെ വളരെ പഴക്കം ചെന്നൊരു മോളിലൊന്നാണ് കേട്ടോ. ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര വലിയൊരു അട്രാക്ഷനൊക്കെ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീക്കെൻഡായിട്ട് എവിടെയെങ്കിലും നടക്കാൻ പോകാനായിട്ടൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും പാർക്കിലൊക്കെ പോകാനായിട്ട് നല്ല ചൂട്. അപ്പോൾ വിചാരിച്ചെന്തെങ്കിലും ഈ മോളിൽ പോകാം, കണ്ടിട്ടില്ലല്ലോ, അവിടെ പോയി ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകുന്നു. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഫുൾ ഇതുപോലെ ഗോൾഡ് ഷോപ്പും ഗിഫ്റ്റ് ഷോപ്പും സാധാരണ മറ്റ് മോളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. എന്നാലും ഗോൾഡ് ഷോപ്പ് കുറച്ച് അധികമായിട്ട് എനിക്ക് തോന്നി. എല്ലാം ട്രഡീഷണൽ ജുവൽസും ഒരുപാട് പേര് ഷോപ്പിങ്ങിനൊക്കെ വരുന്നുണ്ട് ആയിരുന്നു. ബട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ മോൾ ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നല്ലതായിട്ട് ഒരു റോമൻ ആർക്കിടെക്ചറൽ രീതിയിലൊക്കെയാണ് അവരുണ്ടാക്കിയെന്നൊക്കെ കേട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആ തറയും നല്ല മാർബിൾ ഫ്ലോറിങ്ങാണ് അവർ കൊടുത്തേക്കുന്നത്. ഏതാണ്ട് 1,00,000 മുകളിൽ സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള ഈ മോളിൻ്റെ അകത്ത് ഈ ഫുള്ള് തറയും മാർബിളിൽ ചെയ്തെടുത്തിട്ട് ഇവർക്ക് ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ട്. സ്വർണ്ണ കാഴ്ചകൾക്ക് ശേഷം ബിൽഡിങ്ങിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു ലിഫ്റ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ഒരു തവണ ഒന്ന് പോയി വന്നു. ഭംഗിയുള്ള കാഴ്ച. ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഇനിയും പുതിയ കാഴ്ചകളുമായിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.